ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന അറിയോ, അവിടെ ജനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ പ്രിട്ടാസ് ചോദിച്ച പോലെ വല്ല ഞാൻ വല്ല ചെയ്യുന്നുണ്ടോ, പടിപാളും അതൊരിക്കലും മനസ്സിൽ വരരുത് എന്ന് പ്രാർത്ഥിക്കാം. അത് വരരുതെന്നല്ല, ഞാൻ കൈരളിയെ പറ്റി അല്ലെങ്കിൽ കൈരളി അല്ലെങ്കിൽ ഒന്നിനെ പറ്റി ഞാൻ ആലോചിക്കില്ല. അപ്പൊ പ്രശ്നം തീർന്നില്ല. മമ്മൂട്ടിയെ കുറിച്ച് ആലോചിക്കരുത്. അതെന്താ അയാൾ പിടിച്ച് ചെയർമാനാണല്ലോ, ചെയർമാൻ ആലോചിച്ചാലും ചിലപ്പോൾ ഇത് വരും. പിന്നെ മാത്രമേ മമ്മൂട്ടിയുടെ പോലെ ഗൗരവത്തിൽ നിൽക്കണോ എന്നുള്ളത് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ നിന്നാലോ മമ്മൂട്ടി എങ്ങനെ നിൽക്കുക വളരെ ഇങ്ങനെ എന്താണോ വോട്ട് ചെയ്യില്ലേ ആ അർത്ഥത്തിലല്ലേ, ദൈവമേ അങ്ങനെയൊന്നും എൻ്റെ മുഖത്ത് വരരുത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ. മമ്മൂട്ടിയുടെ ബോഡി ലാംഗ്വേജ് വരരുത്. വരില്ല. ഒന്നുമില്ല, എൻ്റെ ഇടയ്ക്ക് പലപ്പോഴും മറ്റുള്ളവരോട് പെരുമാറേണ്ട രീതിയൊക്കെ എനിക്ക് ചിലപ്പോൾ മമ്മൂട്ടി പറഞ്ഞു തരും. എന്നാലാണല്ലോ എൻ്റെ പണി കഴിയുള്ളൂ. മനസ്സിലാവും. ഞാനൊക്കെ ശരി 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 എന്ന് പറയും. വളരെ ഗൗരവത്തിൽ സംസാരിക്കണം, ഉത്തരം അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണം എൻ്റെ അടുക്ക്. അത് ശരി. അമ്മയുടെ പ്രസിഡന്റൊക്കെ ആയാലും വളരെ ഗൗരവത്തിൽ നിന്നിട്ട് എന്ത് കാര്യത്തിന് ഒക്കെ നമ്മുടെ ആൾക്കാരല്ലേ. അപ്പം മൂപ്പർ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്താൽ രക്ഷപ്പെടും. മൂപ്പർ ഇന്ന് പോരുമ്പോൾ പറഞ്ഞോട്, ഫോണിൽ പറഞ്ഞോട്, അവിടെ പോയിട്ട് തൻ്റെ തമാശയും കുട്ടികളെയും പരിപാടിയും വേണ്ട കേട്ടോ, വളരെ കാര്യം ഗൗരവമായിട്ട് കാരണം ലോകം മുഴുവൻ ഇത് കാണുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പേടിപ്പിച്ചിട്ട് വിട്ടത് നിങ്ങൾ. ഞാൻ പറഞ്ഞു ശരി ശരി. അപ്പോൾ നമ്മുടെ പരിപാടി പൊളിക്കാൻ വേണ്ടി മൂപ്പർ ശ്രമിച്ചു. അതല്ല, അയാൾക്ക് പേടി എന്താ വെച്ചാൽ ഞാൻ ഈ തമാശകളെങ്ങാൻ പറഞ്ഞിട്ട് ഈ തമാശയാവുമ്പോൾ ആൾക്കാർ ഇപ്പോഴും ഇയാൾക്കൊരു കാര്യ ഗൗരവം വന്നില്ലല്ലോ, അങ്ങനെയുള്ള ഒരാളെ നമ്മൾ എങ്ങനെ സ്ഥാനാർത്ഥിയാക്കി അയാൾക്ക് വോട്ട് കൊടുക്കും എന്നൊക്കെ. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട അല്ലെങ്കിൽ വിഷമം പിടിച്ചൊരു കാര്യത്തെ നർമ്മം ചേർത്ത് പറയുകയാണെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരമാകും. ഉറപ്പാണ്. താങ്കൾക്ക് നർമ്മമില്ലായിരുന്നെങ്കിൽ വല്ല കാക്ക കുത്തിക്കൊണ്ട് പോയി കൊണ്ടുപോകും. പിന്നെ ഈ മുതൽ എവിടെ പോയിന് കിട്ടയില്ല. അത് വലിയ അല്ല. ഈ ഒബാമ പറഞ്ഞ ഇത് ഞാൻ നമ്മുടെ ഇപ്പം നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മാഷ് എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന കഷ്ടപ്പെടുന്ന മാഷുമാരുണ്ടാവും. അവരാവില്ല. ഒരു സ്വല്പം നർമ്മത്തോടു കൂടി പറയുന്ന ആളുടെ ക്ലാസ്സിൽ ഇരിക്കാനല്ലേ ഇഷ്ടമുള്ളൂ. അത്രേ ഉള്ളൂ. ഒരിത്തിരി നർമ്മത്തോടു കൂടി പ്രസംഗിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ പ്രസംഗം കേൾക്കാനല്ലേ നമുക്ക് താല്പര്യമുള്ളൂ. അതല്ലാതെ നമുക്ക് വലിയ പ്രശ്നമാണ്. താങ്കൾക്ക് നർമ്മമില്ലായിരുന്നെങ്കിൽ താങ്കൾ ഒരുപക്ഷെ ഈ സിനിമയിൽ ഇങ്ങനെ സിനിമാതീത കാര്യങ്ങളിൽ ഇത്രത്തോളം മിഴിവോടെ പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരുന്നു. താങ്കളുടെ നർമ്മമാണ്. വലിയ ദുർഘട ഘട്ടങ്ങളിൽ നിന്ന് താങ്കളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് നർമ്മമായിരിക്കും. നർമ്മമാണ്. അത് വീട്ടിലാണെങ്കിലും കടയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നർമ്മം കൊണ്ടല്ലേ പലയിടത്തും രക്ഷപ്പെട്ടത്. നർമ്മം വളരെ പലയിടത്തും ഊരിയെടുത്ത് നർമ്മം കൊണ്ടല്ലേ. അതാണ് നമ്മൾ പറഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാവും ഇത് കുഴപ്പമായി പോയി എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ മുകളിൽ വേറൊരു സാധനം ഇട്ടു ഊരിയെടുത്ത് പോന്നു. ഒരു കൊടുത്തിട്ടെങ്കിൽ വലിച്ചെടുക്കും. അതെ അതെ അതെ. സിനിമയിൽ താങ്കൾക്ക് പകരം വേറൊരാളില്ല. ഞാനിപ്പം മുഖസ്തുതി പറയുന്നതെന്ന് വിചാരിക്കേണ്ട, ഞാൻ ഉള്ള കാര്യം പറയാം. എന്ത് ജനറേഷൻ വന്നാലും താങ്കൾക്ക് പകരക്കാരനായ ഒരാളിപ്പം മലയാള സിനിമയിലില്ല. ഭാഗ്യം. അങ്ങനെ ഇരിക്കട്ടെ. അല്ല, എൻ്റെ വേറൊരു കാര്യം, നമ്മൾ ഒരു തമാശകളോ കാര്യങ്ങളോ ഒക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ഇപ്പം ഇങ്ങനെയുള്ള സ്റ്റുഡൻസ് കോളേജിലൊക്കെ ചെല്ലുമ്പോൾ ഇവരുടെ ഒരു മനസ്സും കൂടെ നമ്മളിൽ ഉണ്ടാവണം. ഒരു കുട്ടിത്വം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള നേരം പോക്കുകളും കാര്യങ്ങളൊന്നും നമുക്ക് വരില്ല. അപ്പം ഞാൻ തന്നെ അസുഖമായിട്ട് കിടന്ന ഒരു കാലഘട്ടത്തിൽ 2 കുട്ടികൾ, എൻ്റെ മകൻ്റെ കുട്ടികൾ ഇന്നസെൻറ്റും അന്ന, 2 പേര് അവിടെ നിന്നിട്ട് ഭയങ്കര വഴക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുക, തീരെ വയ്യ എനിക്ക്, ഈ കീമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇവർ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നു അന്ന അടികൊള്ളു എൻ്റെ എന്ന്. എനിക്കിഷ്ടമല്ല കേട്ടോ ഇങ്ങനത്തെ കളികൾ. കാരണം നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അത് നമ്മുടെ മാനസികമായിട്ടുള്ളതാണ്. ആ വഴിക്ക് ഇവർ കരയാൻ കാരണം ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. അപ്പോൾ ഇവർ കരഞ്ഞപ്പോൾ എനിക്ക് വിഷമായി. അപ്പോഴേക്കും ആലീസ് ഓടി വന്ന് അവരോട് പറഞ്ഞു, എന്താ മക്കളെ അങ്ങനെ പറയണേ? അതെ, അപ്പാപ്പന് കീമുള്ള എടുത്ത കാരണം കൊണ്ട് ദേഷ്യം വരുന്നതാ. നിങ്ങൾ അപ്പാപ്പന് വിഷമായി, സോറി പറ എന്ന് പറഞ്ഞ് 2 പേരും വന്ന് എൻ്റെ അടുക്ക് സോറി പറഞ്ഞു. സോറി അപ്പാപ്പ എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു. അതിനുശേഷം ഞാൻ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു സിനിമയൊക്കെ അഭിനയിക്കാൻ വേണ്ടി പോയി തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ഇവർ തമ്മിൽ വഴക്ക്. ഞാൻ പറഞ്ഞു അടികൊള്ളും ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അറിയോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ വഴിക്ക് ഇവർ 2 പേരും അവർ
കണക്ക് കൂട്ടിയിട്ട് തമ്മിൽ സംസാരിച്ചിട്ടാണ് വന്നത്. രണ്ടുപേരും ഒരു വരവ് വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇപ്പം കീമൊന്നും ഇല്ലല്ലോ, അപ്പം കുറുമ്പല്ലേ. ഞാൻ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു പോയി. അപ്പോഴാണ് എനിക്ക് എൻ്റെ മകൻ്റെ കുട്ടികൾ തന്നെയാണ് നമുക്ക് ഉറപ്പ് കിട്ടിയത്. 10 ഗുണം 10 ഗുണം. അന്ന് കീമോ കാരണം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇന്നിപ്പോൾ അതൊന്നും ഇല്ലേ. അപ്പം അതൊക്കെ രസം.